ടാറ്റാ. ഹായ് ഹലോ എവരി വൺ. ഇന്നൊരു ഞായറാഴ്ച കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ്. പപ്പയും മോളും കൂടെ ചിക്കൻ വാങ്ങാനായിട്ട് കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പമാണ്. അപ്പോൾ അപ്പത്തിന് കറിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കണേ. അപ്പോൾ അവർ ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോഴേക്കും അവർ വരുന്നതിന് മുൻപ് അപ്പവും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എളുപ്പത്തിൽ വരുമ്പോഴേക്കും ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് നമുക്കതിലിട്ടാൽ മതി. ഇത് തട്ടിക്കൂട്ട് കറി കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ വേറെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ തൽക്കാലം രാവിലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒന്ന് കുക്കറിലിട്ടിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് ഈ ഗ്രേവിയിലൊന്നിട്ട് സെറ്റാക്കുക, അത്ര തന്നെ ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ വെച്ചു. അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് ചൂടായപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ടു. പിന്നെ അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോഴാണ് നമ്മൾ തക്കാളി ഒക്കെ ചേർക്കാൻ പോകുന്നത്. അതിനു മുന്നേ സവാള നന്നായിട്ട് വാടണം കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി വാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി അങ്ങനെ വാടി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ അപ്പത്തിൻ്റെ കാര്യങ്ങൾ സൈഡിലൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ സവാള നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ചേർക്കുന്നു. അങ്ങനെ തക്കാളി നന്നായി ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്കതിലേക്ക് ഓരോരോ പൊടികളായിട്ട് ചേർക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അത് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ ഞാൻ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബീഫിൻ്റെ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ബീഫ് മസാലപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ട് പച്ചമണം ഒന്ന് കഴിയുമ്പോൾ അതങ്ങ് എടുത്ത് മാറ്റി വെച്ചു. ഇനി ചിക്കൻ കൊണ്ടുവരട്ടെ. അപ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഇടയിലൂടെ മോൾക്കുള്ള പാലും പിന്നെ അതുപോലെ തന്നെ മോൾക്കുള്ള മുട്ടയും പുഴുങ്ങാനിടുന്നുണ്ട്. അപ്പോഴേക്കും അവർ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടാണ്. മോള് വരുന്നത് നോക്കി നോക്ക്, എന്ത് രസമായിട്ടല്ലേ വരണേ. അവൾക്ക് ഇതുപോലെ പുറത്ത് പോകാനും സാധനങ്ങൾ വാങ്ങിക്കാൻ പപ്പയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. സഞ്ചിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അമ്മയ്ക്ക് തരാനായിട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാനതിൽ ചിക്കൻ വേഗം തന്നെ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചു. എന്നിട്ട് വേഗം തന്നെ കുക്കറിൽ നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ ചിക്കനും കൂടെ വേവിച്ച് അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ കേട്ടോ. അങ്ങനെ തിളച്ച് സെറ്റാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പവും ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനും മോളും കൂടിയാണ് കഴിക്കുന്നത്. ഇതുപോലെ അവളുടെ ഒപ്പം ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് തന്നെ കഴിച്ചോളും. അപ്പോൾ ഞങ്ങളുടെ സൺഡേ മോർണിംഗ് റൊട്ടീൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ.